ഹായ് കൂട്ടുകാരെ, അടുത്ത ദിവസം 2ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് എക്സാം വരുന്നത്? നമുക്ക് ഇൻ്റഗ്രേഷൻ അഥവാ ഉത്കൃതനം എന്ന പരീക്ഷയാണ് വരുന്നത് അല്ലേ? അതായത് മക്കളെ, നമ്മുടെ മലയാളം ടെക്സ്റ്റ് പുസ്തകവുമായി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മക്കൾക്ക് അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിന് ചോദിക്കേണ്ടായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം മക്കൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവുന്ന കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടാണ് മിസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ എല്ലാ മക്കളും റെഡിയാണല്ലോ? നാളത്തെ എക്സാമിന് മുഴുവൻ മാർക്ക് മേടിക്കുന്ന കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ മക്കളെ. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യത്തിലോട്ട് പോവാം. ആദ്യത്തേത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. മക്കൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് തരും? ഒരു ചിത്രം തരും. ആ ഒരു ചിത്രത്തിന് യോജിച്ച രീതിയിൽ നിറം നൽകാനായിരിക്കും നിങ്ങൾക്ക് ഒരു ചോദ്യം ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പം മക്കൾ നിർബന്ധമായിട്ടും അടുത്ത ദിവസത്തെ നിങ്ങളുടെ എക്സാമിന് പോകുന്ന സമയത്ത് കളർ പെൻസിൽ മക്കൾ കയ്യിൽ കരുതണം. ഓക്കെ മക്കളെ, അപ്പം മിസ് ഇവിടെ ജസ്റ്റ് ഇപ്പോൾ ഒരു ചിത്രം തന്നു എന്നേ ഉള്ളൂ. മക്കൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകവുമായി ബേസ് ചെയ്തിട്ടോ അല്ലാതെയൊക്കെ ചിത്രങ്ങൾ തരും കേട്ടോ. മക്കൾ നോക്കുക, ഓരോന്നിനും യോജിച്ച നിറം ഏതാ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യുക? നിറം നൽകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? എങ്കിൽ നമ്മുടെ അടുത്തൊരു ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. മിട്ടുവിൻ്റെ യാത്ര. ഇത് കൂട്ടുകാർക്ക് എക്സാമിന് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. മക്കൾക്ക് വായിക്കാനായിട്ട് ചെറിയൊരു കഥയോ മറ്റോ എന്തോ തരും. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചില ചോദ്യങ്ങൾ കൂടി തരൂ കേട്ടോ. നോക്കിക്കേ മക്കളെ, നമുക്ക് ആദ്യം ചോദ്യം വായിക്കാം. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ച പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിലെത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാരേ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞ പൂക്കളുള്ള പാടവും ചെന്തെങ്ങിൻ തോപ്പും കടന്ന്. നോക്കിക്കേ മക്കളെ, അപ്പം ഇതാണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം കേട്ടോ. ഓക്കെ മക്കളെ, എന്തിനെക്കുറിച്ചാണ് നമുക്ക് ആ ഒരു കഥാഭാഗത്ത് പറയുന്നത്? ആരെക്കുറിച്ചാണ്? നമ്മുടെ മിട്ടുവിൻ്റെ യാത്രയെക്കുറിച്ചാണല്ലേ. മഴ ചോർന്ന സമയത്ത് ആകാശത്ത് അവൻ എന്താണ് കണ്ടിട്ടുള്ളത്? മഴവില്ല് കണ്ടുല്ലേ. അപ്പം മഴവില്ലിൻ്റെ ഒരറ്റം വലിയ മാവിൻ്റെ മുകളിലേക്ക് അങ്ങനെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവൻ ആലോചിക്കുകയാണ്, മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കുമെന്ന് ആലോചിച്ചു അല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? അവന് മഴവില്ലിൻ്റെ മറ്റേ അറ്റം കാണാനായിട്ടുള്ള യാത്ര തുടങ്ങി. അങ്ങനെ കുറേ സ്ഥലങ്ങളെല്ലാം കടന്ന് അവൻ എന്ത് ചെയ്തു? അങ്ങനെ മഴവില്ലിൻ്റെ അറ്റം തേടി പോവുകയാണല്ലേ. അപ്പം ഒരു തവള കണ്ടു. തവളയോട് നമ്മുടെ മിട്ടു ചോദിച്ചുല്ലേ, എന്താണ് അതിൻ്റെ അറ്റത്ത് എന്ന് ചോദിച്ചു. അപ്പം നമ്മുടെ തവള എന്താ മറുപടി പറഞ്ഞിട്ടുള്ളത്? നിറയെ മുത്തുകളാണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ മറുപടിയിലൊന്നും തൃപ്തനാവാതെ നമ്മുടെ മിട്ടു എന്ത് ചെയ്യാണ്? വീണ്ടും യാത്ര തുടരുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതാണ് നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം. ഇനി കൂട്ടുകാർക്ക് വേണമെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒരിക്കൽ കൂടി സ്വയം ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. നമുക്ക് ചോദ്യത്തിലോട്ട് പോയാലോ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ആകാശത്തെ മഴവില്ല് തെളിഞ്ഞത് എപ്പോഴാണ് മക്കളെ ആകാശത്തെ മഴവില്ല് തെളിഞ്ഞിട്ടുള്ളത്? മഴ ചോർന്നപ്പോഴാണല്ലേ. നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം മഴ തോർന്നപ്പോഴാണ് എന്തുള്ളത് മക്കളെ? ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത്. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. മിട്ടപ്പൂച്ച ആലോചിച്ചത് എന്താണ് മക്കളെ നമ്മുടെ മിട്ടു ആലോചിച്ചത്? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കുമെന്നാണ് നമ്മുടെ മിട്ടു ആലോചിച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് മക്കളെ നമ്മുടെ കഥാഭാഗത്ത്? ആകാശം എന്ന പദത്തിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? മാനം എന്നതാണ് അല്ലേ. എന്താണ്? മാനം എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കേ. മിട്ടുവിൻ്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്ത്? മിട്ടുവിൻ്റെ ചോദ്യം എന്തായിരുന്നു? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്താണ് എന്നാണല്ലേ. ആ ഒരു ചോദ്യത്തിന് നമ്മുടെ തവള എന്തായിരുന്നു മക്കളെ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്? വേഗം പറഞ്ഞ് എന്താണ്? നിറയെ മുത്തുകളാണത്രേ. എന്താ കൊടുത്തിട്ടുള്ള മറുപടി? നിറയെ മുത്തുകളാണത്രേ എന്നതാണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കിക്കേ. ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ. നോക്കിക്കേ മക്കളെ, എന്താ അവിടെ ചിത്രത്തിൽ? മഴവില്ല് കാണാം. മഴവില്ല് എവിടേക്കാണ് നിൽക്കുന്നത്? മരത്തിലേക്ക് ഇറങ്ങി നിൽക്കുകയാണല്ലേ. അത്തരത്തിലൊരു
ഭാഗം നമ്മുടെ കഥാഭാഗത്ത് തന്നിട്ടുണ്ടല്ലേ. എന്താണ്? മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കണ്ടോ മക്കളെ? അപ്പം നമുക്ക് തന്നിട്ടുള്ള 5 ചോദ്യങ്ങളുടെയും ഉത്തരം നമുക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ആ ഒരു കഥാഭാഗത്ത് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മക്കൾ ഇത്തരത്തിലൊരു ചോദ്യം വരുന്ന സമയത്ത് ഒരു 2 പ്രാവശ്യമെങ്കിലും മക്കൾക്ക് വായിക്കാനായിട്ട് തന്നിട്ടുള്ള ഭാഗം നന്നായിട്ട് വായിക്കുക. അതിനുശേഷം ഓരോ ചോദ്യവും വായിച്ചിട്ട് മക്കൾ ഉത്തരം എഴുതുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്ക്, അത് പറയുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മുടെ ടീച്ചിങ് ആപ്പിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. അവിടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും ക്വിസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് നമ്പറിലോട്ട് വിളിച്ച സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം തന്നെ മിസ് ഇവിടെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ആ ഒരു ലിങ്ക് വഴി ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ട്യൂഷനല്ല, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ കുറച്ചധികം സംസാരിക്കാനും അതുപോലെ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് വായിക്കാനും എഴുതാനും ഒക്കെയാണ് ക്ലാസ് വേണ്ടതെങ്കിൽ അതിനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഴുതാനും വായിക്കാനൊക്കെ കുറച്ച് പ്രയാസം നേടുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള ബേസിക് ആയിട്ടുള്ള മാത്സും മലയാളവും ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫീ ആയിട്ട് വരുന്നത് മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ മക്കളെ, നമ്മുടെ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. തൊഴിലുകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ അടുത്തൊരു പ്രവർത്തനത്തിൻ്റെ പേര് വരുന്നത്. താഴെ കൊടുത്ത തൊഴിലുപകരണങ്ങളുടെ പേരെഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, താഴെ നമുക്ക് തൊഴിലുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 2 ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അവ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് പിക്ചറിൽ എന്താണ്? നമ്മൾ കൊടുവാൾ എന്നൊക്കെ പറയില്ലേ, വെട്ടുകത്തി എന്നൊക്കെ ചില കൂട്ടുകാർ പറയാറുണ്ടായിരിക്കും. പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഏതാണ്? കൈക്കോട്ടാണ് തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അത് മക്കൾ ഓർത്തിരിക്കുക. ഇതിന് നമ്മൾ തൂമ്പ എന്നുകൂടിയും പറയാറുണ്ട് അല്ലേ. അപ്പം മക്കൾ പഠിച്ചിട്ടുള്ള പേര് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയാൽ മതിയാകും കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിൽ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചിത്രം നോക്കി തൊഴിൽ ഏതെന്ന് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. നോക്കിക്കേ മക്കളെ, നമുക്കൊരു സൈഡിൽ കുറച്ച് ആളുകളുടെ ചിത്രം തന്നിട്ടുണ്ട്. അതേതാണ് തൊഴിൽ എന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ തന്നിട്ടുള്ളതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിക്കേ മക്കളെ, അപ്പം മിസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിന് നേരെയും അവിടെ പേര് ആൻസർ മിസ് കൊടുത്തിട്ടുണ്ട്. അപ്പം മക്കൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് വൺ എന്താണ്? ഡ്രൈവറാണ് അല്ലേ. ദെൻ ഇത് എന്താണ് വരുന്നത്? പോലീസാണ്. ഇത് ഡോക്ടർ, ഇതുപോലെ ആശാരില്ലേ, അല്ലെങ്കിൽ നമ്മൾ മരപ്പണിക്കാരൻ എന്നൊക്കെ പറയൂലേ. അപ്പം മക്കൾ ഓർത്തിരിക്കുക, മിസ് അവിടെ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതാണ് എന്നുള്ളത് ചിത്രം തന്നിട്ട് മക്കളെടുത്ത് പേര് എഴുതാനാണ് പറയേണ്ടായിരിക്കുക. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? പേരൊക്കെ എഴുതി പഠിക്കുക കേട്ടോ. ചിലപ്പം ചില കൂട്ടുകാർക്ക് എഴുതാനൊക്കെ ചില പ്രയാസമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അത്തരം കൂട്ടുകാർ തൊഴിലുകളുടെ പേരുകളൊക്കെ ഒന്ന് എഴുതി പഠിച്ചാൽ നന്നായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. പോസ്റ്റർ തയ്യാറാക്കാമെന്നതാണ്. ചിത്രം നോക്കി പോസ്റ്റർ വാക്യം തയ്യാറാക്കൂ. അപ്പോൾ അവിടെ നമുക്കൊരു ചിത്രം തന്നിട്ടുണ്ടല്ലോ മക്കളെ. എന്താണ് ചിത്രത്തിൽ കാണുന്നത്? കുറേ വേസ്റ്റ് അവിടെ അങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് അല്ലേ, വലിച്ചു വാരിയിട്ടതാണ്. അത് ഒരുപാട് നായൊക്കെ വന്ന് കഴിക്കുന്നുണ്ട്, ഒരുപാട് പക്ഷികൾ വന്ന് അതിൽ നിന്ന് കൊത്തി കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ. വൃത്തിഹീനമായിട്ടുള്ളൊരു സാഹചര്യമാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ചിത്രം നോക്കിയിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, ഈ ഒരു ചിത്രവുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്തെഴുതാം? മാലിന്യങ്ങൾ ചെറിയത് അല്ലേ, അത് നമുക്കൊരു പോസ്റ്ററായിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും എഴുതണ്ട, 1-2 വാക്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. പക്ഷേ പോസ്റ്റർ എഴുതുന്ന സമയത്ത് മക്കൾ ശ്രദ്ധിക്കേണ്ടത് എന്താ മക്കളെ? പോസ്റ്റർ നിങ്ങൾ എഴുതുന്ന സമയത്ത് നല്ലൊരു ബോക്സൊക്കെ വരച്ചിട്ട് എന്ത് ചെയ്യുക? അതിനുള്ളിൽ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക? അക്ഷരങ്ങൾ കുറച്ചധികം വലുപ്പത്തിൽ, ഇവിടെ മിസ് കൊടുത്തത് കണ്ടോ, നേരത്തെ നമ്മൾ എഴുതിയതുപോലെ ചെറുതായിട്ട് നോർമൽ വലുപ്പത്തിൽ എഴുതരുത്, കുറച്ച് അക്ഷരങ്ങളൊക്കെ വലുതാക്കി എഴുതുക. അതായത് കുറച്ച് അകലിൽ നിന്ന് നോക്കിയാലും ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം പോസ്റ്ററൊക്കെ എഴുതി വെക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് മക്കൾ എന്ത് ചെയ്യുക? കുറച്ച് വലുതാക്കി എഴുതുക. പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് എന്ത് ചെയ്യുക? മക്കൾ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കാനൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രത്യേകം മാർക്ക് ഉണ്ടായിരിക്കും. ചിത്രങ്ങൾ വരയ്ക്കുക, വലുതാക്കി എഴുതുക, ഒരു ബോർഡറിൻ്റെ അകത്ത് എഴുതുക, അതൊക്കെ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ മാലിന്യങ്ങൾ വലിച്ചെറിയതിൽ നിന്ന് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ മാലിന്യങ്ങൾ ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ.
ഓക്കെ മക്കളെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ട് തയ്യാറാക്കാവുന്ന പോസ്റ്റേഴ്സാണ്. ഇനി നോക്കിക്കേ, ജലസ്രോതസ്സുകൾ മലിനമാകുന്നതിനെതിരെ ഒരു പോസ്റ്റർ, ജലസ്രോതസ്സുകൾ മലിനമാക്കുന്നതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നമ്മളിപ്പോൾ നമ്മുടെ മുന്നിൽ കണ്ടുവരുന്നൊരു കാഴ്ചയാണല്ലേ, നമ്മുടെ ചുറ്റിലുമുള്ള ജലസ്രോതസ്സുകൾ എന്താണ്, നമ്മൾ ഓരോരുത്തരും തന്നെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതിനെതിരെ ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, ജലസ്രോതസ്സുകൾ മലിനമാക്കരുത്, ശുദ്ധജലം സംരക്ഷിക്കൂ, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ കുറച്ചുകൂടി ചിത്രങ്ങളൊക്കെ മക്കൾ വരച്ച് ചേർക്കാം. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള പോസ്റ്റർ ആവാം ചിലപ്പോൾ നമുക്ക് ചോദിക്കേണ്ടായിരിക്കാം. ഓക്കെ മക്കളെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പുതുവത്സര ദിനത്തിലാണ് റയാൻ്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എക്സാമിന് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പുതുവത്സരം എന്നാ മക്കളെ? ന്യൂ ഇയർ എന്നാണ്? ഏത് മാസത്തിലാണ് വരിക? നമുക്കറിയാമല്ലേ, ജനുവരിയിലാണ്. ജനുവരി 1 തീയതിയാണ് എന്ത് മക്കളെ? ജനുവരി 1 എന്ത് ന്യൂ ഇയർ വരുന്നത്. ജനുവരി 1, അത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റ് ദിനങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഒരു സൈഡിൽ തീയതിയും ഒരു സൈഡിൽ അതിൻ്റെ പ്രാധാന്യം തന്നിട്ടുണ്ട്. അപ്പോൾ ജനുവരി 26, പിന്നെ ഒക്ടോബർ 2 തന്നിട്ടുണ്ട്, പിന്നെ സ്വാതന്ത്ര്യദിനവും അതുപോലെ ശിശുദിനം, അതിൻ്റെ രണ്ടിൻ്റെ ഡേറ്റും താഴെ തന്നിട്ടുള്ള അതിൻ്റെ നേരെയുള്ള കോളത്തിൽ എഴുതണം. അപ്പോൾ നോക്കിക്കാൻ മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. 4 മക്കൾ ഓർത്തിരുന്നോ കേട്ടോ. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ദെൻ ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം, ഒക്ടോബർ 2 ഗാന്ധി ജയന്തി, നവംബർ 14 എന്ത് മക്കളെ? ശിശുദിനം. ആവശ്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. എന്നിട്ട് എന്ത് ചെയ്യുക, ടീക്കായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം പഠിച്ചു വെക്കുക. നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ മക്കളെ, ജനുവരി 26, ഓഗസ്റ്റ് 15, ഒക്ടോബർ 2, നവംബർ 14. പിന്നെ ജനുവരി 1 എന്ത് ന്യൂ ഇയർ വരുന്നത്. അത് 5 കാര്യങ്ങളും മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ക്ഷണക്കത്ത് തയ്യാറാക്കാനാണ്. ആദിശിൻ്റെ വീട് പണി പൂർത്തിയായി, ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എക്സാമിന് കത്ത് തയ്യാറാക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഓക്കെ മക്കളെ, അപ്പോൾ കത്ത് തയ്യാറാക്കുന്ന സമയത്ത് മക്കൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാലേ നമുക്ക് അതിനുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ കത്ത് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം മക്കൾ? തീയതി നിർബന്ധമായിട്ട് എഴുതണം. അതുപോലെ തന്നെ നമ്മൾ സ്ഥലവും എഴുതുക. തീയതിയും സ്ഥലവും നിർബന്ധമായിട്ട് മക്കൾ എന്ത് ചെയ്യണം? കത്തിൻ്റെ മുകളിൽ എഴുതിയിരിക്കണം. ഓക്കെ, ദെൻ നോക്കി കത്ത് സ്റ്റാർട്ട് ചെയ്ത് പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പോൾ ആർക്കാണോ മക്കൾ കത്ത് എഴുതുന്നത് ആ കാര്യം ഇതാ ഇങ്ങനെ തുടക്കത്തിൽ പ്രിയപ്പെട്ട കൂട്ടുകാർക്കാണല്ലോ നമ്മൾ കത്ത് എഴുതുന്നത്. അപ്പോൾ കൂട്ടുകാരെ എന്ന് നമ്മൾ വിളിച്ചു. ഇനി അമ്മയ്ക്കാണെങ്കിൽ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ടായിട്ടുള്ള അപ്പുവിനോ അമ്മുവിനോ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ നമുക്ക് പ്രിയപ്പെട്ട അപ്പുവിന് അല്ലെങ്കിൽ പ്രിയപ്പെട്ട അമ്മുവിന്. അപ്പോൾ ആർക്കാണോ കത്ത് എഴുതുന്നത് അതിനനുസരിച്ച് അവിടെ മക്കൾ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നോക്കിക്കേ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എൻ്റെ വീടിൻ്റെ പണികളെല്ലാം ഭംഗിയായി പൂർത്തിയായ വിവരം സന്തോഷത്തോടെ അറിയിക്കുന്നു. മാർച്ച് 31, 2026 ഗൃഹപ്രവേശ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ സന്തോഷകരമായ അവസരത്തിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കണം. നിങ്ങളെല്ലാവരും വരുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കത്ത് ചുരുക്കുന്നു. സ്നേഹത്തോടെ ആദിശ്, സ്ഥലം, ലൈത. ഈ ഒരു കാര്യവും ഓക്കെ മക്കളെ. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കത്തിൻ്റെ അവസാനം ആരാണ് കത്ത് എഴുതിയിട്ടുള്ളത് എന്ന് മക്കൾ പറയും. അപ്പോൾ ഈ ഒരു കാര്യം, അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ ഒരു ഭാഗവും, അതുപോലെ കത്തിൻ്റെ അവസാനത്തിൽ ഈ ഒരു കാര്യം, ഈ 3 കാര്യങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് മറക്കാതെ തന്നെ ഒരു കത്ത് തയ്യാറാക്കാനായിട്ട് പറയുന്ന സമയത്ത് മക്കൾ ചെയ്തിരിക്കണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു 2 മാർക്ക് വരെ മക്കൾക്ക് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ? മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്രമപ്പെടുത്താം എന്നതാണ്. നോക്കിക്കേ, നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളാണ് താഴെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഈ ഘട്ടങ്ങളെ ക്രമപ്പെടുത്തി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് അവിടെ നെൽകൃഷിയുടെ ഘട്ടങ്ങൾ ചിത്രങ്ങളിലായിട്ട് തന്നിട്ടുണ്ട് അല്ലേ, അവയെ ക്രമപ്പെടുത്തി എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ ഓരോ ചിത്രങ്ങൾ നോക്കുക, ഏതാണ് ആദ്യം വരുന്നത്, അതിനുശേഷം എന്താണ് വരുന്നത് എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഈ ഒരു കൃഷി രീതിയുടെ ഘട്ടങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ മക്കളെ, ആദ്യം ഏത് വരും അല്ലേ? കന്നുപൂട്ടലാണ് വരിക അല്ലേ. കന്നുപൂട്ടലാണ്, കണ്ണല്ല കന്നുപൂട്ടലാണ് കേട്ടോ.
കന്നുപൂട്ടലാണ് വരുന്നത്. പിന്നെ ഏതാണ് വിത്ത് വിതയ്ക്കൽ, അതുപോലെ തന്നെ ഞാറ് നടൽ, പിന്നെ അവസാനമാണ് എന്ത് വരുന്നത് നെല്ല് കൊയ്യുന്നത് വരുന്നത് അല്ലേ. അപ്പം ആദ്യം നമ്മൾ കന്നുപൂട്ട്, പിന്നെ നമ്മൾ വിത്ത് വിതയ്ക്കും, അതിനുശേഷം ഞാറ് നടും, പിന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞാറ് കൊയ്യുന്നത് അല്ലേ. അവസാനമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ നെല്ല് മെതിക്കുന്നത് അല്ലേ. നെല്ല് എന്ത് ചെയ്യുന്നത് മെതിക്കുന്നത്. അതുകൂടി മക്കൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. ക്ലിയർ. അപ്പോൾ കണ്ണ് പൂട്ടുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് വിത്ത് എറിയുന്നുണ്ട്, പിന്നെ ഞാറ് നടുന്നുണ്ട്, അതിനുശേഷം നെല്ല് കൊയ്യുന്നുണ്ട്, അവസാനം നെല്ല് എന്ത് ചെയ്യുന്നുണ്ട് മെതിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടം മക്കൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ ഒരുപാട് ഉദ്ഗ്രഥനം അഥവാ നിങ്ങളുടെ മലയാളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം വീഡിയോ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും കാണാം. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ അടുത്ത അധ്യയന വർഷത്തേക്ക് നിങ്ങൾക്ക് ട്യൂഷൻ ആവശ്യമാണെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒരു കാര്യം ഓർക്കുക, മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. ഓക്കെ മക്കളെ, അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.